ഗൈസ് ഒരു കാര്യം പറയട്ടെ. ഫൈനലി നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കേട്ടോ. എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. കാര്യം ഈ ഒരു ചെറിയ ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമേ ആകുന്നുള്ളൂ. ആ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം ഒരു 1K ഫാമിലി ഒന്നും എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ താങ്ക്സ് പറയേണ്ടത് പേഴ്സണലി നിങ്ങളോട് ഓരോരുത്തരോടുമാണ് കേട്ടോ. ഓരോരുത്തരോടും ഒന്നല്ല, ഒരു 100 താങ്ക്സ് ഞാൻ പറയാണ്. കാര്യം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാനും ഇല്ല, ഇപ്പോൾ എൻ്റെ യൂട്യൂബും ഇല്ല. നിങ്ങളെ ടൈമിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുക, എൻ്റെ വീഡിയോ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. കാര്യം നമ്മളൊരു ടൈമിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരാളെ വീഡിയോ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യൂസും ഓരോ ലൈക്കും ഓരോ കമൻറ്റും അത്രത്തോളം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എത്ര ലൈക്ക് വന്ന് എത്ര വ്യൂസ് കൂടി എന്നൊക്കെ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. 1K എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാവില്ല പല ആൾക്കാർക്കും. കുറേ ആൾക്കാർക്കും 1K എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നും ആവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. എൻ്റെ ലൈഫത്തെ ആദ്യത്തെ അച്ചീവ്മെൻറ്റ് തന്നെ ഈ ഒരു 1K യൂട്യൂബ് ഫാമിലീനെ പറയാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ. കാര്യം ഇത്രയും ചെറിയൊരു ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു 1K ഫാമിലി ആവുന്നും ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നും ഒന്നും ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല. ഈ ഒരു യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിൻ്റെ ഒരു എട്ടും പൊട്ടും അറിയാതെ വീഡിയോ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്താ കാണിക്കാൻ എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷേ ഇത് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ മിററിലൊക്കെ നിന്നിട്ട് ഭയങ്കര ഡെമോ എടുത്തിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനും ഓരോ പ്രൊഡക്റ്റ് കാണിച്ചു തരാനും വ്ളോഗ് ചെയ്യാനും ഹലോ ഗായ്സ് അങ്ങനെയൊക്കെ പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. ഇത് തുടങ്ങിയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞ് നടന്നിട്ടും കൂടെ ഉണ്ട്. നമ്മളെ അയൽവാസികളെ അങ്ങനെ കുടുംബക്കാരൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പമ്മി പതുങ്ങി നടന്നിട്ടും കൂടെ ഉണ്ട്. ഒരു ഫേസ് ചെയ്യാനുള്ള മടിയുണ്ട്. അവർ മോശം പറഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അവരെങ്ങനെയാണ് ഒരു വീഡിയോ നോക്കി കാണുക, കൊളാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത്രയും ചമ്മലുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോഴും ചമ്മലുണ്ട്, ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല, എന്നാലും ആദ്യത്തെ അത്ര ഇല്ല. അതേപോലെ തന്നെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിന്ന് ഏൺ ചെയ്യുക, എന്തൊരു സുഖമാണ്, എത്ര പെട്ടെന്നാണ് ആൾക്കാർക്ക് പൈസയൊക്കെ വരുന്നത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ഗായ്സ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായത്. നല്ല പണിപ്പെട്ട പണിയാണ് കേട്ടോ. എസ്പെഷ്യലി ഞാനും എൻ്റെ ഈ ഒരു ഫോണും കൂടെ ഒരു മൽപ്പിടുത്തം തന്നെയാണ് എല്ലാ വീഡിയോ എടുക്കുന്ന സമയത്തും ഉണ്ടാവുക. മിക്കവാറും വീഡിയോ എടുക്കുമ്പോഴും പകുതി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന സമയത്താവും സ്റ്റോറേജ് ഔട്ടായി പോകും. അപ്പോൾ അത് ആദ്യം തൊട്ടിട്ട് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് പിന്നെ എടുക്കും. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും 2 പ്രാവശ്യം ഫോൺ നിന്നിട്ടുണ്ടായി സ്റ്റോറേജ് ലോ ആയിട്ട്. പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ക്ലാരിറ്റീൻ്റെ ഒരു പ്രശ്നവും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. ഞാൻ നോക്കാഞ്ഞിട്ടല്ല, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് പോസിബിൾ അല്ല. ഏതായാലും നമുക്ക് സെറ്റപ്പ് ആക്കാം, റെഡി ആക്കാം. പിന്നെ അതേപോലെ തന്നെ ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഒരു ഷോട്ട് ഓക്കെ ആവണമെങ്കിൽ തന്നെ നമ്മൾ 2-3-4 എണ്ണം ഒരു വീഡിയോ തന്നെ എടുക്കണം. എന്നിട്ട് അതൊന്ന് മികച്ചതെടുത്തിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെ ഒരു ABCD ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന കുറേ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതും ഒക്കെ. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4-5 GB ഒക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കേണ്ടി വരും. പക്ഷെ എന്നാലും അത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് വ്യൂസ് വരുമ്പോഴും ലൈക്ക് വരുമ്പോഴും എനിക്ക് അത്രയും സന്തോഷമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു വ്യൂ കയറിയാൽ പോലും അതിന് ഭയങ്കര സന്തോഷപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. വ്യൂസൊക്കെ കുറഞ്ഞിട്ട് എത്രയോ കരഞ്ഞിട്ട് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യണില്ല അങ്ങനെ വിചാരിച്ച ആളാണ്. അപ്പോഴൊക്കെ ഏട്ടൻ എന്നെ സമാധാനപ്പെടുത്തിയത് എല്ലാ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, എവിടെയെങ്കിലുമൊക്കെ റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കുറേ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒന്നും ക്ലാരിറ്റി ഇല്ലല്ലോ, ഒരു രസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവരോടും കൂടിയാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. അപ്പോൾ കുറച്ച് സങ്കടം വന്നെന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ വാക്കിൻ്റെ മനസ്സിൽ വരും. പിന്നെ എന്നാലും ഞാൻ വീഡിയോ ഇടും, എവിടെയെങ്കിലുമൊക്കെ ക്ലിക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടും. അപ്പോൾ അവരോടും കൂടിയാണ് താങ്ക്സ് പറയാനുള്ളത്. നമ്മൾ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കുണ്ട്. അവരൊക്കെ ചേച്ചി നല്ല രസമുണ്ട് വീഡിയോസ്, അതേപോലെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വന്നതൊക്കെ. അപ്പോൾ എനിക്കൊക്കെ ഇത്രത്തോളം
എത്രത്തോളം സന്തോഷമായി എന്നറിയോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓലോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നതിനൊക്കെ. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അനു, ഓളെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല. ഓൾ കുറേ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അനു. അപ്പോൾ ഏതായാലും നമ്മൾ ഈ 1K അടിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഒരുപാട് താങ്ക്സ് നിങ്ങളോട് പറയുകയാണ്. അതേപോലെ തന്നെ ഞാനൊരു ലൈവ് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഷുവർ ആക്കിയിട്ടില്ല. ഇന്നോ നാളെയോ ആയിട്ട് ഒരു 8 മണി 7:30 സമയത്തൊക്കെ ഒരു ലൈവ് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ വിചാരിച്ചതായിരുന്നു 1K ആയ ഒരു ലൈവ് പോകാമെന്നൊക്കെ. അപ്പോൾ വിചാരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് യൂട്യൂബ് ഫാമിലീനെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി എടുക്കാണ്ട്, ഇനിയും വലുതാക്കി എടുക്കാണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഏതായാലും പിന്നെ ഒരു വീഡിയോയിൽ അടിച്ചാപ്പൊളി വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.